ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മളുടെ വീട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് റൂമിൻ്റെ അകത്താണെങ്കിലും വീടിൻ്റെ അകത്താണെങ്കിലും ഹാളിലാണെങ്കിലും ഏത് ഏരിയയിലാണെങ്കിലും നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ നമുക്ക് കിട്ടണം. പല രീതിയിൽ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ചിലപ്പോൾ വെളിച്ചം കിട്ടാത്തൊരവസ്ഥ നമുക്ക് വരാറുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം ഫുൾ ടൈം ലൈറ്റുകൾ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. പക്ഷേ അതെങ്ങനെ ഒഴിവാക്കാമെന്നും നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ ഒരു പോസിറ്റീവ് എനർജി വീടിൻ്റെ അകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കണ്ടോ ഈ സ്റ്റെയറിൻ്റെ ഏരിയയിലാണ് കൂടുതലായിട്ടും വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നത്. അവിടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള പവർഫുൾ സിസ്റ്റമാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി വരുന്ന ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ പുറത്തു നിന്നും വെളിച്ചം കറക്റ്റായിട്ട് നമുക്ക് അകത്തേക്ക് കിട്ടുന്ന രീതിയിൽ നല്ല വായു കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേ പർഹോൾ തന്നെ മുകളിലും നമ്മൾ സെറ്റ് ചെയ്യാം. മുകളിലും സെറ്റ് ചെയ്താൽ നേരെ മുകളിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതത് കൂടാതെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡിൽ പർഹോള സിസ്റ്റം കൊടുത്തിരിക്കും. അപ്പോൾ ഈ പർഹോളുടെ എണ്ണം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഓരോ ഗ്യാപ്പിലും ഒരു 6 7 നമ്മൾ അതായത് നമ്മുടെ ആ വീതി അനുസരിച്ച് നമ്മുടെ വാളിൻ്റെ അതായത് ഭിത്തിയുടെ നീളം അനുസരിച്ചിട്ട് വീതി അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ സേഫ്റ്റി രീതിയിലും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ഇഞ്ച് ആ ലെവലിലാണ് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് നമ്മൾ കൊടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കുറച്ച് വേണമെങ്കിൽ ഒരു 4 ഇഞ്ച് നിർത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ നമ്മളൊരു 4 ഇഞ്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് അതിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് പറഞ്ഞ രീതിയിൽ പർഹോള സിസ്റ്റം ചെയ്തിട്ട് നേരെ മുകളിലേക്ക് അങ്ങോട്ട് 2 സൈഡുകളിലുമായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ലെവലിൽ ഒരു ആൾക്കോ കാര്യങ്ങൾക്കോ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല വെളിച്ചം കാര്യങ്ങൾ അകത്തേക്ക് വരാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പർഹോള നേരെ വരുന്നത് നമ്മുടെ ഹാളിലേക്കാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് ഹാളിലേക്ക് ഡൈനിങ് ഏരിയയിലേക്കുമായിട്ടാണ് നമ്മുടെ പർഹോള ഇരിക്കുന്നതുകൊണ്ട് ആ ഏരിയയിൽ ഫുൾ ടൈം ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രകാശം അകത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വെളിച്ചം വീടിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി വീടിൻ്റെ അകത്ത് ഫീൽ ചെയ്യുള്ളൂ. കാരണം നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്കൊരു പ്രകാശം അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വെളിച്ചം ഉണ്ടായിരിക്കണം. ലൈറ്റ് ഇടുന്നതിന് പകരമായിട്ട് ഒരു വെളിച്ചം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, അപ്പോൾ ആ പർഹോളയുടെ താഴെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ആ പർഹോളയുടെ ഏരിയയിൽ നിന്ന് താഴേക്ക് ഒരു ഏരിയ നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ താഴെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ 2 നിലയായിട്ടാണ് ചെയ്തിരിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിലയിൽ മാത്രമല്ല വെളിച്ചം വരുന്നത്, 2 നിലയിലും 2 മുകളിൽ കാണുന്ന ബാൽക്കണി ഏരിയയിലും നല്ല രീതിയിൽ ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടാവും. ലൈറ്റോ കാര്യങ്ങളൊന്നും ഇടാത്ത അവസ്ഥയിൽ പോലും നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്, അതായത് 1ാമത്തെ നിലയിലാണ് കാണുന്നത്. 1ാമത്തെ നിലയിലും ആ പർഹോളയിൽ നിന്ന് വെളിച്ചം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ താഴെ നോക്കിയാലും ആ പർഹോളയിൽ നിന്ന് താഴേക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെ 2-3 പാളിയുള്ള ജനലും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണിച്ചായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പർഹോള സിസ്റ്റം ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ഗ്ലാസ് വെച്ച് ക്ലിയർ ചെയ്യുക. ഇനി ഊത്തൽ കാര്യങ്ങൾ വരാത്ത രീതിയിൽ വേണമെങ്കിൽ ബാക്കിൽ ഗ്ലാസ് വെച്ച് ക്ലിയർ ചെയ്തു. ഈ ഗ്ലാസ്സിന് അത്ര എമൗണ്ട് കൂടുതലാണെങ്കിൽ പോളി ക്രിസ്റ്റലൊക്കെ വരുന്ന രീതിയിലുള്ള ഇഷ്ടം പോലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പക്ഷികളോ കാര്യങ്ങളോ ഒന്നും കയറാത്ത രീതിയിൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാനും പറ്റും. വെളിച്ചം എപ്പോഴും നമുക്ക് അകത്തേക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ തന്നെ പുറത്ത് നിന്ന് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി ഈ ഓരോ പർഹോളുടെയും സെൻട്രലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ 6 പർഹോള 7 പർഹോള വരുന്നതിൻ്റെ സെൻട്രലായിട്ട് ഓരോന്നിൻ്റെ ഗ്യാപ്പുകളിൽ ഒരു വാം കളർ അതായത് വാം വൈറ്റ്സ് വരുന്ന രീതിയിലുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റ് അത് നമ്മൾ ഈ പറയുന്ന വയറിങ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.